നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നൊരു നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് വേറൊന്നുമല്ല, ഒരു വാഹനത്തിന് നമ്മൾ സ്വന്തമായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ആക്സറീസോ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അതായത് രാഹുൽ TC ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ചേട്ടാ, എൻ്റെ വണ്ടിയിൽ ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് കണക്ട് ചെയ്യണമെന്നുണ്ട്. വണ്ടി സാൻഡ്രോ 2007 മോഡലാണ്. കാർ സ്റ്റീരിയോയിലേക്ക് പോകുന്ന റെഡ് വയർ ACC, യെല്ലോ വയർ ഡയറക്റ്റ് ഫ്രം ബാറ്ററി ആൻഡ് ബ്ലാക്ക് വയർ ഗ്രൗണ്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ആക്സസറി വയറിങ്ങിലേക്ക് പവർ സോക്കറ്റിൻ്റെ റെഡ് വയർ കണക്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? അങ്ങനെ മാക്സിമം എത്ര ആക്സസറീസ് വരെ ACC വയർ സേഫായി കണക്ട് ചെയ്യാൻ സാധിക്കും? അതോ ഓരോ ആക്സസറി കണക്ട് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നും എടുക്കേണ്ടി വരുമോ? സെൽഫായി തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കാര്യം, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വാഹനത്തിലൊരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലതാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്രത്യേകിച്ച് വയറിങ്ങിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ഐഡിയ, കുറച്ചെങ്കിലും അല്ല, അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വയറിങ് എടുക്കുന്ന സമയത്ത് ഇത് ഷോർട്ട് ആകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ACC ഒക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റീരിയോ എന്നൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഫ്യൂസ് പോകും എന്നുള്ളൊരു കാര്യത്തിൽ സമാധാനം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും സ്റ്റീരിയോയിലോട്ടൊക്കെ വരുന്ന ലൈനിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിമ്പ് ചെയ്യാനുള്ള ചെറിയ ക്രിമ്പിംഗ് ടൂൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കണക്റ്റേഴ്സ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ ഏതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ഒരു ഫ്യൂസ്, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചിരുന്നത്, ഇതുപോലത്തെ ഒരു ഫ്യൂസൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പ്രതീക്ഷിക്കേണ്ട വേറൊന്നുമില്ല. അതായത് ഇവിടെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഫ്യൂസ് ഇടാൻ സാധിക്കും. ഓക്കെ, ഇതൊരു ഫ്യൂസ് കേസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്യൂസ് നമ്മൾ ഉറപ്പായിട്ടും കണക്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഈ ടൈപ്പ്. അതായത് ഇപ്പോൾ ACC വയറിൽ നിന്ന് എടുക്കാനാണെങ്കിൽ ഇത് തന്നെ ധാരാളം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഫ്യൂസിൽ നിന്നും, അതായത് നമ്മുടെ വാഹനത്തിൽ വരുന്ന ഫ്യൂസിലോട്ട് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 ഫ്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 2 ഫ്യൂസസ് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഫ്യൂസ് നമ്മൾ അഡീഷണലായിട്ട് എടുക്കുന്നത്, മറ്റേ ഫ്യൂസ് ഇതിൻ്റെ ഒറിജിനൽ, അതായത് അതിലോട്ട് കയറി ഇറങ്ങി വരാനുള്ള രീതി. അത് പക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാരണം ഒരു ഫ്യൂസിൻ്റെ അവിടെ നിന്ന് തന്നെ, അതായത് ACCയുടെ ഫ്യൂസ് എവിടെയാണ് വരുന്നത്, അവിടെ നിന്ന് കണക്ട് ചെയ്ത് അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള വയർ കട്ടിങ് അവിടെ സംഭവിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഒരു ലൈൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വയർ കട്ട് ചെയ്ത് ഇതിലോട്ട് കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ നമുക്കൊരു ഫ്യൂസിൻ്റെ ലൈൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സ്ലീവ് കളയണം. അതായത് ആ വയറിൻ്റെ സ്ലീവ് കളഞ്ഞിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ എടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും സ്ലീവ് കളയോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് പ്ലഗ് ചെയ്ത് നമുക്ക് ലൈൻ എടുക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു പോയിൻ്റാണ്. പിന്നെ അഡീഷണലായിട്ട് ഏതൊരു ആക്സസറീസും നമുക്ക് ഈ സ്റ്റീരിയോയിൽ നിന്ന് എടുക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞ പോലെ ACCയിൽ നിന്ന് എത്ര നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഒരുപാട് ലോഡ് വരുന്ന ഒരു ഐറ്റംസും അങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വാക്യൂം ക്ലീനർ കണക്ട് ചെയ്യാറുണ്ട്. ഈ വാക്യൂം ക്ലീനർ കണക്ട് ചെയ്താൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റോളം നമ്മളിത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്തുള്ള ഫ്യൂസ് പോകും, അല്ലെങ്കിൽ അത് ചൂടാകും. ഒന്നെങ്കിൽ വാക്യൂം ക്ലീനറിനകത്തുള്ള ഫ്യൂസ് പോകും, അല്ലെങ്കിൽ ACCയുടെ ഫ്യൂസ് പോകും. ഇത് സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3-4 മിനിറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്യണം. അതായത് കൂടുതൽ ലോഡ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്രയും നേരം വർക്ക് ചെയ്യിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇതിനില്ല. അങ്ങനെയൊക്കെ വരും. അതായത് ഓവറായിട്ടുള്ള ലോഡാണ് ഇത് വലിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 3 മിനിറ്റോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക, കുറച്ച് നേരം ഒന്ന് ഓഫ് ചെയ്യുക, ഒന്നുകൂടെ പിന്നെ വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിലും പ്രശ്നമില്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ ഇത് അതുപോലെ ഹീറ്റ് ആകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പം ഈ ഒരു കേസ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന്, എത്ര ലൈൻസ് ഇതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൽ ലോഡുള്ള എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചെറിയ ലൈൻസ് ഒക്കെ, ACC എന്ന് പറഞ്ഞ ആക്സസറീസ് ആണ്, വളരെ ചെറിയ കറണ്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ സബൂഫറിലോട്ടുള്ള ഔട്ട് എടുക്കുകയാണ്, ഒരു കാരണവശാലും നമുക്ക് ACC നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ബാറ്ററിയുടെ ഡയറക്റ്റ് തന്നെ വേണം. ആ ഡയറക്റ്റ് തന്നെ നമ്മുടെ ആമ്പിലോട്ട് ചെല്ലണം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ആമ്പിൽ അപ്പോൾ ഒരു ACC വന്ന് കയറുന്നുണ്ടല്ലോ, അതെന്തിനാ? അത് ശരിക്കും ഈ ആമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചിങ് പോയിൻ്റായിട്ട് മാത്രം. അതായത് എപ്പോഴാണോ നമ്മൾ കീ ഓൺ ചെയ്യുന്നത് നമ്മുടെ ACC വർക്കായി അല്ലെങ്കിൽ ACC ഓണായി എന്നുള്ള ആംപ്ലിഫയറിനെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സബൂഫറിനകത്ത് വരുന്ന ഇൻബിൽറ്റ് ആമ്പിനെ അറിയാൻ വേണ്ടി മാത്രമാണ് ACCയുടെയൊക്കെ ലൈൻ ഈ പറയുന്ന സബൂഫറിലൊക്കെ വരുന്നത്. അല്ലാതെ അവിടെയൊക്കെ വളരെ ചെറിയൊരു കറണ്ട് മാത്രം കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഒരുപാട് ലോഡ് കൂടിയ ബൾബോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ചെറിയ LEDസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ മേജറായിട്ടുള്ള വല്ല കണക്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ പറയുന്ന ACC ലൈനിൽ എടുക്കരുത്. അത് ബാറ്ററിയിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു ലൈൻ എടുക്കാൻ സാധിക്കും.
അതിനകത്ത് സെപ്പറേറ്റ് സ്വിച്ചോ കാര്യങ്ങളൊക്കെ കൊടുത്ത്, സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ബാറ്ററിയിൽ ലൈൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു വലിയ സ്വിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ റിലേ കൺട്രോളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഞാനും ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇലക്ട്രിക്കലായിട്ട് നമ്മൾ പുതുതായിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം എൻ്റെ ഫുൾ സപ്പോർട്ട് ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കും.